ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറച്ച് മടി പിടിച്ച മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു കുട്ടി ട്രാവൽ വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടി മീൻസ് ഏകദേശം ഒരു 20 to 25 മിനിറ്റ്സ് കാണുമായിരിക്കും. ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് വട്ടവട ആൻഡ് വട്ടവടയിലെ വിശേഷങ്ങൾ. നമ്മൾ ആസ് യൂഷ്വൽ മൂന്നാർ വരെ ഒന്ന് ചായ കുടിച്ച് റൈഡൊക്കെ പോയിട്ട് ഒരു 1 day ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മൾ പോയി നേരെ വട്ടവട ചെന്നെത്തി. പിന്നെ അന്ന് തന്നെ നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ ആ ഒരു കുട്ടി വ്ലോഗാണ് ഈ ഒരു വീഡിയോയിൽ. നമ്മളെപ്പോൾ മൂന്നാർ പോയാലും നോട്ടീസ് ചെയ്യുന്നൊരു ബ്രിഡ്ജാണല്ലേ ഇത്. പക്ഷെ എനിക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഇത്രയും നാളായിട്ടും അറിയത്തില്ലായിരുന്നു. അപ്പോൾ എന്തായാലും പറഞ്ഞുതരാം. ഇതിൻ്റെ പേര് വന്നിട്ട് നേര്യമംഗലം പാലം എന്നാണ്. ഓൾമോസ്റ്റ് ഒരു 90 years പഴക്കമുണ്ട്. അതായത് പണ്ട് രാജാക്കന്മാർ ഉണ്ടാക്കിയതാണ് ഈ ഒരു ബ്രിഡ്ജ്. പിന്നെ ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ആർച്ച് ബ്രിഡ്ജാണ്. ആൻഡ് ഇറ്റ് ഇസ് അക്രോസ് പെരിയാർ റിവർ. ആൻഡ് ഇത് കണക്ട് ചെയ്യുന്നത് എറണാകുളം ആൻഡ് ഇടുക്കി ഡിസ്ട്രിക്റ്റ്. അപ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ചിയാപ്പാറ വാട്ടർഫോൾസിലോട്ട് പോവാം. ഞാൻ ഇതിനു മുന്നേ ഈ ഒരു റൂട്ടിൽ സമ്മർ സീസണിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് കാരണം മരങ്ങളെല്ലാം കരിഞ്ഞുണങ്ങി മൊത്തത്തിലൊരു ഡ്രൈ ലുക്കായിരുന്നു. ചിയാപ്പാറ വാട്ടർഫോൾസിലൊന്നും അന്നൊരു തുള്ളി വെള്ളം പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം നേരെ മറിച്ച് ഫുൾ പച്ചപ്പൊക്കെ ആയി, കോടയൊക്കെ ആയി, അടിപൊളിയായിരുന്നു പോകുന്ന റൂട്ടെല്ലാം. അപ്പോൾ മൺസൂണിലൊന്ന് പോയിരിക്കണം. പക്ഷെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. കാരണം മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ചിയാപ്പാറ വാട്ടർഫോൾസ്. റോഡ് സൈഡ് ആയതുകൊണ്ട് നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടം ആയതുകൊണ്ട് മിക്ക ആൾക്കാരും ഈ ഒരു റൂട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് നിർത്തി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. ഞാനിവിടെ രാവിലെ ഏകദേശം ഒരു 8-8:30 ആ ഒരു സമയത്താണ് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടി ഷോപ്സ് ഒക്കെ ഉണ്ടല്ലോ, ചായ കുടിക്കുന്ന ഷോപ്സ്, അതൊന്നും ഓപ്പൺ അല്ലായിരുന്നു. പിന്നെ മഴ ആയതുകൊണ്ട് അങ്ങനെയുള്ള ഷോപ്സ് കാണുന്നതും കുറവാണ്. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഒത്തിരി നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നേരെ പള്ളിവാസൽ പോകാനായിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ അതിനിടയ്ക്ക് കണ്ടതാണ് ഇത് ഈ ഒരു കുരുപ്പിനെ. എന്താ കാണിച്ചതെന്ന് അവന് തന്നെ അറിയാം. സ്നിക്കേഴ്സിന് എൻ്റെ വിശപ്പിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നേരെ ഇരുമ്പ് പാലത്തിനടുത്തുള്ള ഫുഡി ഹെവൻ ആ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ആൻഡ് ഇവിടുത്തെ വാഷ്റൂം ഒക്കെ നല്ല ക്ലീൻ ആണ് കേട്ടോ. അപ്പോൾ ലോങ് ട്രാവൽ ചെയ്യുന്നവർക്ക് ഈ ഒരു ഹോട്ടൽ നല്ലൊരു ഓപ്ഷനാണ്. എന്നിട്ട് നമ്മൾ നേരെ പള്ളിവാസൽ വെച്ച് വിട്ടു. പള്ളിവാസലെത്തി ആ ഒരു തേയിലത്തോട്ടമൊക്കെ കണ്ടു തുടങ്ങാൻ നേരത്താണ് നമുക്കിങ്ങനെ കുറച്ചുകൂടി മൂന്നാർ എത്താറായി എന്നൊക്കെ ഒരു ഫീല് വരുന്നത്. കാരണം നല്ല പച്ചപ്പാണ്, കോടയാണ്, ഒക്കെ നമ്മുടെ കണ്ണിന് ഭയങ്കര കുളിർമ കിട്ടുന്ന കാഴ്ച എന്നൊക്കെ പറയത്തില്ലേ, അതാണ്. പിന്നെ ഈ കാണുന്നതാണ് ജക്രാന്ത ട്രീ. ഞാൻ എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ ഇതിൻ്റെ പൂവൊക്കെ കാണിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് ജക്രാന്ത ഓർ എക്സാം ട്രീ എന്നും അറിയപ്പെടും. കാരണം ഇതൊരു മാർച്ച് ഏപ്രിൽ ആ ഒരു സമയത്താണ് പൂക്കുന്നത്. ഇന്ന് പിന്നെ ആകാശമൊന്നും ക്ലിയർലി വിസിബിൾ അല്ല, ഫുൾ കോടയാണ്. ആൻഡ് നല്ല രസമായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ മൂന്നാർ ടൗണിലോട്ടാണ് തിരിച്ചത്. വേറെ ഒന്നുമല്ല, റിപ്പിൾ ടീയുടെ ഔട്ട്ലെറ്റിലുള്ള ഒരു ഗീ കേക്ക് അടിപൊളി ടേസ്റ്റ് എന്നൊരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷെ അതൊന്നും അവിടെ അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു ചോക്ലേറ്റ് ബ്രൗണിയാണ് മേടിച്ചത്. ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ട് 150 rupees ആണ്. ആ ഒരു പ്രൈസിന് ഉണ്ടോയെന്ന് വെച്ചാൽ നമുക്കൊരു ഫ്രഷ്ലി ബേക്ക്ഡ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ബ്രൗണി കിട്ടും. നല്ലതായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു, വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആ പ്രൈസ് കൂടുതലല്ലേ എന്ന് ചെറുതായിട്ടൊന്ന് തോന്നി, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വട്ടവട നമ്മൾ പോവുകയാണെങ്കിൽ ബെറ്റർ ടൗണിൽ നിന്ന് തന്നെ റീഫ്യൂൽ ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത്. കാരണം വട്ടവട പോയാലും നമുക്ക് ഈ മറ്റേ ബ്ലാക്കിനൊക്കെ കിട്ടുന്ന പെട്രോളൊക്കെ ഇല്ലേ, അതൊക്കെ ഉള്ളൂ. അവിടെ പമ്പൊന്നുമില്ല. അപ്പോൾ വഴിയിൽ എങ്ങാനുമായി പോയാൽ പണി കിട്ടും. സോ ബെറ്റർ റീഫ്യൂൽ ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിന്റ് എല്ലാം പാസ് ചെയ്ത് ദേവികുളം എത്താറായിട്ടുണ്ട്. ദേവികുളം എത്തിക്കഴിഞ്ഞാൽ പിന്നെ റോഡ് അങ്ങോട്ട് നല്ല രീതിക്ക് മോശമാണ്. ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഇപ്പം മഴയായതുകൊണ്ട് കുറച്ചുകൂടെ ശോകമായിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെക്ക് പോസ്റ്റ് വരെയും ഇനി ഇങ്ങനത്തെ ഒരു റോഡിലൂടെയാണ് പോകുന്നത്.
അങ്ങനെ നമ്മൾ മനസ്സമാധാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും മഴയായി. പിന്നെ നമുക്ക് ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെയുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ പാമ്പാടും ഷോല നാഷണൽ പാർക്കിൻ്റെ ആ ഒരു ബോർഡെല്ലാം വെച്ചിട്ടുള്ള ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. വട്ടവടയിലേക്കുള്ള ചെക്ക് പോസ്റ്റിൻ്റെ എൻട്രി ടൈം വന്നിട്ട് 6 AM to 6 PM ആണ്. ആൻഡ് ഇവിടെ തൊട്ട് വട്ടവട എത്തുന്നത് വരെയും എവിടെയും നിർത്താൻ പാടില്ല എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടാണ് വിടുന്നത്. പക്ഷേ കാണുമ്പോൾ നമുക്കൊന്ന് നിർത്തി പോകാൻ തോന്നും, കാരണം അത്രയും നല്ല പ്ലേസ് ആണ്. പക്ഷേ നമ്മൾ വണ്ടിയൊന്നും അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ഈ വഴി പോവുകയാണെങ്കിൽ കാട്ടുപോത്ത്, കാട്ടീനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ മഴ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു അങ്ങനെയുള്ളൊരു സ്പോട്ടും കിട്ടിയില്ലായിരുന്നു. പിന്നെ ഈ വഴിയിൽ ആനയൊന്നും അങ്ങനെ അധികം വരാറില്ല. ആനയൊക്കെ ഭയങ്കര റെയർലി ആണ് കാണുന്നത് എന്നൊക്കെയാണ് ഇവിടെയുള്ള ആൾക്കാരിന്ന് പറഞ്ഞു കേട്ടത്. നോർമലി കാട്ടുപോത്ത്, കാട്ടി ഇതൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ കൂടുതലും ഉള്ളത്. അപ്പം നമ്മൾ ആനയെ കിട്ടിയില്ലെന്നേ ഉള്ളൂ. ആനവണ്ടി ദേ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു വഴി പോകാൻ നേരത്തെ നിങ്ങൾ പൂണ്ടി കൂക്കലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, സെയിം റോഡാണ്. പിന്നെ കൊടൈക്കനാൽ ഇവിടെ നിന്ന് അടുത്താണ്, അപ്പോൾ അതുകൊണ്ടുമായിരിക്കാം ഇത് കൂക്കൽ പോകുന്ന അതേ ഒരു റോഡിൻ്റെ ഒരു ഫീലൊക്കെയാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ കുറേ ട്രാവൽ ചെയ്ത് നമ്മൾ പെരിയ കാട് താണ്ടി വട്ടവടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ വട്ടം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മൂന്നാർ വരെ വന്നു, മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ വരെ വന്നു. പക്ഷെ ഈ വട്ടം ചായ കുടിക്കാൻ നമ്മൾ വട്ടവട വരെ വന്നു. പക്ഷെ ഇപ്പം നിർത്തി വന്നപ്പോൾ ഏകദേശം 12 മണി അടുപ്പിച്ചായിട്ടുണ്ട്. കുഴപ്പമില്ല, പക്ഷെ നല്ല മഴയാണ്. അടിപൊളിയാണ് കേട്ടോ വട്ടവട. ആ വരുന്ന റൂട്ട് കേലി മരങ്ങൾക്കിടയിലൂടെയുള്ള റോഡുണ്ട്, അത് അടിപൊളിയാണ്. പിന്നെ വീണ്ടും തിരിച്ചു വന്നപ്പോൾ റോഡിൻ്റെ അടി കുറച്ച് ഷോക്കൊക്കെയാണ്. പക്ഷെ കൊള്ളാം, അടിപൊളിയാണ്. വട്ടവട മസ്റ്റ് വിസിറ്റ്. അങ്ങനെ നമ്മൾ വട്ടവട എത്തിയപ്പോഴത്തേക്കും ആ ഒരു തേയിലത്തോട്ടം അങ്ങനെയുള്ള ലുക്കെല്ലാം മാറിയിട്ട് ഫുൾ ടെറസ് ഫാമിംഗ് ആണ്. ബിക്കോസ് വട്ടവട ഇസ് നോൺ ഫോർ വെജിറ്റബിൾ ഫാമിംഗ് അല്ലേ. പിന്നെ സ്ട്രോബെറീസും. അപ്പോൾ ഈ പോകുന്ന വഴിയെല്ലാം നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പക്ഷേ റോഡ് നമ്മളോട് ഒട്ടും സഹകരിക്കുന്നില്ലായിരുന്നു. മഴ കൂടെ ആയതുകൊണ്ട് തന്നെ ഫുൾ റോഡ് പോയി കിടക്കുകയായിരുന്നു. പിന്നെ നമ്മളിതൊരു അൺപ്ലാൻഡ് ട്രിപ്പായിരുന്നു. ഒത്തിരി നാളായിട്ട് വട്ടവട പോകണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാണ്ട്, നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. മേ ബി വട്ടവട വിളിച്ചിട്ടുണ്ടാകും ഞങ്ങളെ, അങ്ങനെ വിചാരിക്കാം. അങ്ങനെ നമ്മൾ ആദ്യം ചെന്നെത്തിപ്പെട്ടത് ഈ ഒരു ഹണി മ്യൂസിയത്തിലാണ്. എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ ഇൻട്രസ്റ്റഡ് ആകുന്ന ഒരു പ്ലേസ് ആയിരിക്കും ഇത്. കാരണം ഇവിടെ മെയിൻലി എന്താണ് ഹണി ബി, പിന്നെ ആ ഒരു തേനീച്ചയുടെ കൂട്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും. പിന്നെ ഒരു 3 മിനിറ്റ് വീഡിയോ ഉണ്ട്, അതും നമ്മളിരുന്ന് കാണണം. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹണി വേണമെങ്കിൽ മേടിക്കാനായിട്ട് ഇത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ വട്ടവട ചെക്ക് പോസ്റ്റ് പാസ് ചെയ്തപ്പോഴത്തേക്കും ഒരു ജീപ്പ് സഫാരിയുടെ പുള്ളി വന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഴയാണ്, അപ്പോൾ അതുകൊണ്ട് റോഡ് നല്ല മോശമായിരിക്കും, നമ്മുടെ ഓൺ വെഹിക്കിൾ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ജീപ്പ് സഫാരി ഓപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചത് നമ്മളവരെ ജീപ്പ് സഫാരി കൊണ്ടുപോകാനായിട്ടുള്ള ട്രിക്ക് ആയിരിക്കും എന്ന്. പക്ഷേ അല്ല. അങ്ങനെ നമ്മൾ റോഡൊക്കെ അത്ര മോശമായതുകൊണ്ടും പിന്നെ നമുക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം എന്നുള്ളത് കൊണ്ടും ഒരു ജീപ്പ് സഫാരി ഓപ്റ്റ് ചെയ്തു. ആക്ച്വലി ജീപ്പ് സഫാരി വർത്ത് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവർ നമ്മളെ കുറേ ടോപ്പ് സ്റ്റേഷനൊക്കെ കൊണ്ടുപോകും. അത് നമ്മുടെ പോകാനായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള പ്ലേസ് ഒക്കെ ആയിരിക്കും, നല്ല ഓഫ് റോഡൊക്കെയാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെറ്റർ ഓപ്റ്റ് ഫോർ എ ജീപ്പ് സഫാരി ഇഫ് യു ആർ പ്ലാനിങ് ഫോർ 1 day or 2 day ട്രിപ്പ്. കാരണം കുറച്ച് നല്ല സ്ഥലമൊക്കെ കാണാൻ പറ്റും അതിൽ പോയാൽ. അടുത്ത് നമ്മൾ നിർത്തിയത് ഈ ഒരു വ്യൂ പോയിന്റിലാണ്. ഇവിടെ ഇവർ ബേസിക്കലി നിർത്തുന്നത് നമ്മുടെ നായാട്ട് മൂവിയില്ലേ ചാക്കോച്ചൻ്റെ, അവർ ഒളിച്ച് താമസിക്കുന്ന ഒരു വീട്, അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യൂ പോയിന്റ് നിർത്തുന്നത്. പക്ഷെ നിങ്ങൾ ആ വ്യൂ ഒന്ന് നോക്കി, മുകളിൽ ഇങ്ങനെ കുറേ മരങ്ങൾ, തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ ടെറസ് ഫാമിംഗ്, കുട്ടി കുട്ടി വീടുകൾ, ഇതിനിടയ്ക്ക് ഒരു വാട്ടർഫോൾ, നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ആ ഒരു ഹട്ട് ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഫോണിലായതുകൊണ്ട് അധികം ക്ലാരിറ്റി കിട്ടത്തില്ല, പക്ഷെ എങ്കിലും ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം, നോക്കാം. പിന്നെയും കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഈ ഒരു വ്യൂ കാണാൻ പറ്റിയത് നമ്മുടെ ട്രൈബൽ കോളനിയാണ്, ആദിവാസി കോളനി, അതും കാണാൻ പറ്റി. പോകുന്ന വഴിയെല്ലാം ഇതുപോലൊരു ഓഫ് റോഡ് ഫീലായിരുന്നു. കാരണം റോഡ് ഉണ്ടെങ്കിലും റോഡ് ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റുന്ന അവസ്ഥയൊന്നും അല്ലായിരുന്നു. അങ്ങനെ നമ്മൾ വട്ടവടയുടെ ഈ ഒരു ടോപ്പ് പോയിന്റിലെത്തി. പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും വ്യൂ കുറവായിരുന്നു, കാരണം ഫുൾ കോട കയറി കിടക്കുകയായിരുന്നു, താഴോട്ടൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഈ കോട ഇല്ലായിരുന്നെങ്കിൽ നല്ല വ്യൂ കിട്ടിയേനെ. പക്ഷെ നമ്മളെ മഴ വീണ്ടും ചതിച്ചു. കുറച്ചു നേരം അവിടെ നിന്നപ്പോഴത്തേക്കും മഴ പെയ്തു. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് പോകേണ്ടി വന്നു.
പിന്നെ ഈ കാണുന്നത് പൊട്ടറ്റോ കൃഷിയാണ്. ഇതിൽ പൂ വന്നാൽ ഇറ്റ് ഈസ് റെഡി ടു ഹാർവെസ്റ്റ് എന്നുള്ളൊരു സ്റ്റേജ് എത്തി എന്നൊക്കെ ആ ചേട്ടൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ സ്ട്രോബെറി ഫാമിലെത്തി. ഞാൻ ജീപ്പ് സഫാരി ഓപ്റ്റ് ചെയ്തതിൻ്റെ മെയിൻ റീസണേ എനിക്ക് സ്ട്രോബെറി ഫാം കാണണമെന്നുള്ളത് കൊണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം വലിയൊരു സ്ട്രോബെറി ഫാമിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു സ്ട്രോബെറി സീസൺ ഇസ് ലൈക്ക് നവംബർ ടു മാർച്ച് ആണല്ലോ, അപ്പോൾ സ്ട്രോബെറി ഒന്നും കാണത്തില്ലെന്നാ പ്രതീക്ഷിച്ചേ. പക്ഷേ ഇല്ല, നല്ല രീതിക്ക് സ്ട്രോബെറി ഉണ്ടായിരുന്നു. ഇനി 2 മെയിൻ പരിപാടികളാണ് ഉള്ളത്. ഒന്ന് സ്ട്രോബെറി പ്ലക്ക് ചെയ്യുക, 2 ഫോട്ടോ എടുക്കുക. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വട്ടം തിരിഞ്ഞ് ഒരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് 1-2 ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അത് കാണിച്ചു തരാവേ. അങ്ങനെ കുറച്ച് നാളുകൊണ്ടുള്ള ഒരു കുട്ടി ആഗ്രഹം സാധിച്ചു. അതായത് സ്ട്രോബെറി പ്ലക്ക് ചെയ്യണം. എന്ത് സന്തോഷമാണ് കിട്ടിയതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഐ വാസ് ഹാപ്പി. കുറച്ച് നാളുകൊണ്ടുള്ള ഒരു കുട്ടി ആഗ്രഹമായിരുന്നു അതും. ഇവിടെ സ്ട്രോബെറി മാത്രമല്ല, പിന്നെ മൂന്നാർ വന്നാൽ അറിയാലോ ഓറഞ്ചൊക്കെ ഉണ്ട്. പക്ഷെ ഇത് അത്യാവശ്യം നല്ല വലിയ രീതിക്കുള്ള ഹൈബ്രിഡ് ഓറഞ്ച് ആയിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ബ്ലൂബെറി ഉണ്ടായിരുന്നു. ഇതെല്ലാം കുട്ടി കുട്ടിയായിട്ടുള്ള കൃഷിയാണ്. മെയിൻലി ഇവർ ഫോക്കസ് ചെയ്യുന്നത് സ്ട്രോബെറിക്കാണ്. അങ്ങനെ നമ്മളവിടെ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് കുറച്ച് സ്ട്രോബെറീസ് ഒക്കെ മേടിച്ചു. അത്യാവശ്യം നല്ല വലിയ സ്ട്രോബെറീസ് നോക്കി ആ ചേച്ചി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ജാം, അത് നല്ലതാണ് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കണം. ഒരു വൈനിൻ്റെ ടേസ്റ്റ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. 1 month നമുക്ക് റെഫ്രിജറേറ്ററിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. ആൻഡ് ജാമും സ്ട്രോബെറീസും കൂടെ 250 rupees ആയിട്ടുണ്ടായിരുന്നു. ഓഫ് സീസൺ ആയതുകൊണ്ട് ഇച്ചിരി കോസ്റ്റ്ലി ആണ്, പക്ഷെ കുഴപ്പമില്ല, വേർത്തായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അടുത്ത സ്പോട്ട് മഴയാണെങ്കിൽ ഇച്ചിരി റിസ്കിയും പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു സ്പോട്ടാണ്. വേറെ ഒന്നുമല്ല, ഒരു കുട്ടി വാട്ടർഫോൾ ആണ്. ആൻഡ് ഇത് പോകുന്ന വഴി എന്ന് വെച്ചാൽ ഭയങ്കര നാരോ ആണ്. ഈ കാണുന്നതാണ് ആ ഒരു വഴി. ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞ് കനാലിലൂടെ ഇങ്ങനെ വെള്ളം പൊക്കൊണ്ടേയിരിക്കും. കനാലല്ല, ഒരു കുട്ടി, ഒരു 2 പേർക്ക് നടന്നു പോകാനുള്ള ഒരു വഴിയുണ്ട് ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡിലായിട്ട് കൊക്ക പോലെയാണ്, ഒരു ടെറസ് ഫാമിംഗ് പോലെ തട്ടാണ്. അവിടെ വീണാൽ പിന്നെ മഴയാണെങ്കിൽ പറയണ്ട, നല്ല രീതിക്ക് പണി കിട്ടും. അപ്പോൾ സൂക്ഷിച്ചൊക്കെ പോവേണ്ട ഒരു കുട്ടി സ്പോട്ടാണ്. പക്ഷെ നല്ല ഒരു വില്ലേജ് ലുക്കൊക്കെ തരുന്ന അടിപൊളി സ്പോട്ടായിരുന്നു. ആൻഡ് ഇതാണ് ഈ കണ്ടതാണ് ഇതിൻ്റെ ഒരു 360 വ്യൂ. സാധാരണ ഏതെങ്കിലും വെള്ളച്ചാട്ടം കാണാൻ പോയാൽ അവിടെ വെള്ളച്ചാട്ടം കാണുന്നേക്കാളും കൂടുതൽ ആൾക്കാരായിരിക്കും. പക്ഷെ ഇവിടെ മഴ ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് ഉള്ളിലോട്ടായതുകൊണ്ടും അധികം ഇങ്ങനെ ആൾക്കാരൊന്നും വരുന്ന സ്ഥലമല്ല എന്ന് ഫീൽ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർഫോളിൻ്റെ ഒരു ഫുൾ വ്യൂ. ഭയങ്കര തിങ്ങി നിറഞ്ഞൊഴുകി വരുന്ന വാട്ടർഫോൾ അങ്ങനൊന്നുമല്ല, ഇത് നല്ല ഹൈറ്റിലാണ്. പക്ഷെ സേഫാണ്, നമുക്ക് അടുത്ത് പോയി നിൽക്കാനൊക്കെ പറ്റും, കുളിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ കുടയൊന്നും ഇല്ലാത്ത ഷോ കാണിച്ചെങ്കിലും പിന്നെ എനിക്ക് കുട വേണ്ടി വന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു പാലാണ് കേട്ടോ. ഇത് ഞാൻ പണ്ട് ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇതുപോലെയുള്ള വുഡൻ പാലത്തിലൊക്കെ പോയിട്ടുള്ളത്. പേടിയുണ്ടായിരുന്നു, മഴ ആയതുകൊണ്ട് തെന്നി വീഴുവോ, ഈ സാധനം ഇങ്ങനെ ഉരുണ്ടു പോവുമോ എന്നൊക്കെയുള്ള ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഈ ഒരു വാട്ടർഫോളും ഈ ഒരു ഏരിയയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മഴയില്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ, പക്ഷെ മഴയുള്ളത് വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ജീപ്പ് സഫാരിയിൽ 1-2 വ്യൂ പോയിന്റ് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്നും റെക്കോർഡ് ചെയ്തില്ല, മഴ ആയതുകൊണ്ട് ക്ലാരിറ്റി ഒന്നും അധികം കാണത്തില്ലായിരുന്നു. അപ്പം ജീപ്പ് സഫാരിനോടും ടാറ്റ പറഞ്ഞു. വട്ടവടിയിൽ നിന്ന് നമ്മൾ ഇറങ്ങി വീണ്ടും പാമ്പാടും ഷോല നാഷണൽ പാർക്ക് വഴിയുള്ള ആ റോഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫോറസ്റ്റ് ആണിത്. ഇവിടെ നമ്മൾ വണ്ടി നിർത്താൻ പാടില്ല, വീണ്ടും പറയുന്നത് നിർത്തിയ പണി കിട്ടും ഫോറസ്റ്റിൻ്റെ നിന്ന്. അങ്ങനെ
നമ്മൾ വട്ടവടയിലോട്ടുള്ള ആ ഒരു എൻട്രൻസിൻ്റെ ആ ഒരു ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ചെക്ക് പോസ്റ്റ്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു എൻട്രൻസിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. പക്ഷെ മഴ ആയതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയില്ല. അങ്ങോട്ടാണ് പാമ്പാടും ഷോല നാഷണൽ പാർക്കിൻ്റെ ബോർഡ് വെച്ചേക്കുന്നത്. അവിടെ ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. എന്തിൻ്റെ കേടാണെന്ന് അറിയത്തില്ല. ഒരു സഫാരി എടുത്ത് നല്ല സഫാരി ആയിരുന്നു. പക്ഷേ മഴ ചെറുതായിട്ടൊന്ന് ചതിച്ചു. ഫുൾ നനഞ്ഞ് തിരിച്ചു പോവുകയാണ്. അഡ്വഞ്ചറസ് അങ്ങനെയൊന്നുമല്ല, ഓഫ് റോഡ് ആയിരുന്നു ജീപ്പ് സഫാരി. നല്ല ഓഫ് റോഡൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇഷ്ടപ്പെടും, അല്ലാത്തവരാണെങ്കിൽ ഇച്ചിരി പാടാണ്. എന്തായാലും നമ്മുടെ ഓൺ വെഹിക്കിൾ അങ്ങോട്ട് ഈ മഴ സമയത്ത് കൊണ്ടുപോകുന്നത് കുറച്ച് റിസ്ക് ആണ്. നല്ലതായിരുന്നു ജീപ്പ് സഫാരി. ഒരു വ്യൂ പോയിന്റിൽ പോയിട്ടുണ്ടായിരുന്നു, വാട്ടർഫോൾ പോയിട്ടുണ്ടായിരുന്നു, സ്ട്രോബെറി ഫാം പോയി. ഇനി ദേവികുളം വരെയുള്ള റോഡ് കുറച്ച് മോശമാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, ഈ ഹിൽ റേഞ്ചിൽ നിന്നൊക്കെ കഴിക്കുന്ന മാഗിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് മാത്രമാണോ തോന്നിയിട്ടുള്ളതെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കണേ. അങ്ങനെ നമ്മൾ 2 എഗ് മാഗി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ കൂടുതലും മുട്ടയുള്ള മാഗിയാണ് അവർ വിൽക്കുന്നത്. പ്ലെയിൻ വേണമെങ്കിൽ പ്ലെയിനും തരും, പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ മാഗിയൊക്കെ കഴിച്ചു. ഒരു കുട്ടി ഷോപ്പിലാണ് കയറിയത്. ഷോപ്പിന് പേരൊന്നുമില്ല, റോഡ് സൈഡിൽ കണ്ട ഒരു ഷോപ്പാണ്. എന്നിട്ട് അവിടെ കുറച്ച് നേരം ആ തേയിലത്തോട്ടത്തിലൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് അട്ടകളുടെ കടിയൊക്കെ മേടിച്ചു. മഴ ആയതുകൊണ്ട് അട്ടയുണ്ടാവും, സൂക്ഷിച്ചോണം. എത്ര കണ്ടാലും മതി വരാത്തൊരു പ്ലേസ് ആണല്ലേ മൂന്നാർ. ഞാൻ ആദ്യമായിട്ട് മൂന്നാർക്ക് വരുന്നത് 2010 എൻ്റെ 10th സ്റ്റാൻഡേർഡിലായിരുന്നു. അന്ന് ഞാൻ എത്ര എക്സൈറ്റ്മെന്റോടു കൂടിയാണോ മൂന്നാറിനെ കണ്ടത്, അതിലും കൂടുതലും എക്സൈറ്റ്മെന്റോടു കൂടിയാണ് ഞാൻ ഓരോ വട്ടവും മൂന്നാർ പോകുന്നത്. കാരണം എനിക്ക് അവിടുത്തെ ക്ലൈമറ്റ്, ആ തേയിലത്തോട്ടം, ആ ഒരു ആംബിയൻസ്, അതൊക്കെ വേറെ പ്ലേസ് ആയിട്ടൊക്കെ അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെയും എത്രയോ നല്ല പ്ലേസസ് ഉണ്ട്, ഇല്ലാന്നല്ല പറയുന്നത്. പക്ഷെ എനിക്ക് മൂന്നാറിനോടുള്ളൊരു കണക്ഷൻ, ഇതുപോലെ കണക്ഷൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോട്ടോ. ഞാൻ മാത്രമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മൂന്നാർ ഇസ് ലൈക്ക് ഒരു ഹെവൻ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. മൂന്നാറിലെ ഓരോ സ്പോട്ടും അത്രയും സ്പെഷ്യലാണ്. അടുത്തത് എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദ ട്രിപ്പ്. നമുക്കതിനെ മിഷൻ ഗണപതി എന്നോ ഗണപതി ഹണ്ടെന്നോ ഒക്കെ വിളിക്കാം. ഞാൻ എവിടെയെങ്കിലും ട്രിപ്പ് പോകാൻ നേരത്ത് തിരിച്ചു വരുമ്പോൾ ഒരു ഗണപതിനെയും കൂടെ കൊണ്ടുവരാൻ നോക്കാറുണ്ട്. അപ്പോൾ മാട്ടുപ്പെട്ടി ഡാമിനടുത്തായിട്ടുള്ള ഒരു കുട്ടി ഷോപ്പിൽ നിന്ന് ഒരു കുഞ്ഞു ഗണപതിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളെയും ഞാൻ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോയതിന് ഒരാഴ്ച മുന്നെയാണ് മൂന്നാർ ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായതും അതിനിടയിൽ ഒരു ലോറി അകപ്പെട്ടതും ഒക്കെ. അപ്പോൾ ആ ഒരു പ്ലേസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എനിക്ക് ദൂരത്തുനിന്ന് കണ്ടിട്ട് തന്നെ പേടിയായിരുന്നു. നമ്മൾ ഇത്രയും ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴും ഇങ്ങനെ ഒരു മറു സൈഡ് ഈ ഹിൽ റേഞ്ചസിനൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പം അതും കെയർഫുൾ ആയിരിക്കേണ്ടതാണ്. കാരണം ഈ മൂന്നാർ സൈഡൊക്കെ ഇപ്പോഴും ഒരുപാട് റോഡ് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെതായ ഭാഗമായിട്ട് മണ്ണിടിച്ചിലും കാര്യങ്ങളും ഒക്കെ അവിടെ ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പം പള്ളിവാസലെത്തിയിട്ടുണ്ട്. പള്ളിവാസലെത്തിയപ്പോഴത്തേക്കും ഫുൾ ലോ വിസിബിലിറ്റി ആയിരുന്നു. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. നല്ല രീതിക്ക് കോട പുതച്ചൊക്കെയായിരുന്നു പിന്നെ ഞാൻ മൂന്നാറിനെ കണ്ടത്. കണ്ടോ, തേയിലത്തോട്ടമൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്ന കൂടി ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ തിരിച്ചു പോകാനായിട്ട് മനസ്സുണ്ടായിരുന്നേ ഇല്ല. പിന്നെ നെക്സ്റ്റ് ഡേ വർക്കിന് കയറണം എന്നുള്ള കാര്യമൊക്കെ ആലോചിച്ചപ്പോൾ പോയല്ലേ പറ്റൂ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ തിരിച്ചു പോവാണ്. അങ്ങനെ നമ്മുടെ ഈ ഒരു കുട്ടി ചായകുടി ട്രിപ്പും കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴും പറയും പോലെ ഒരു ലോഡ് മെമ്മറീസുമായിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോവാണ്. എനിക്ക് അന്നും ഇന്നും എന്നും മൂന്നാർ ഈസ് ഓൾവേസ് സ്പെഷ്യൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്ന് സബ്സ്ക്രൈബ്. ആൻഡ് മൂന്നാറിനെ ഇഷ്ടമുള്ളവരൊന്നും മെൻഷൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.